ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് സുവിശേഷ പ്രഘോഷകരായാണ്. ലോകം മുഴുവനും ക്രിസ്തുവിനെ അറിയിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. പ്രഘോഷണം കേവല പ്രസംഗമല്ല. കേൾക്കുന്ന ചില പരാതികൾ സുവിശേഷ പ്രഘോഷകർ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. ഓരോ ക്രൈസ്തവനും പ്രഘോഷകനാണ്, ക്രിസ്തു ശിഷ്യനാണ്. അതരം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതാണോ, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നതാണോ കൂടുതൽ ഉചിതം? വചനമാകുന്ന ദൈവം ശരീരധാരിയായപ്പോൾ അതൊരു പരിഭാഷയാണ്. ദൈവത്തെ തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ സ്നേഹത്തെ പറഞ്ഞു കേട്ട അനുഭവങ്ങളെ ജീവിതം കൊണ്ട് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്, പരിഭാഷപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ നാം ഓരോരുത്തരും യേശുവിനെ ആനുകാലിക ലോകത്ത് പരിഭാഷപ്പെടുത്തണം. ആ പരിഭാഷ അതരം കൊണ്ടാണോ വേണ്ടത്, ജീവിതം കൊണ്ടാണോ വേണ്ടത്? സമ്പൂർണ്ണ അർപ്പണമായ ക്രിസ്തു തൻ്റെ ജീവിതം യാഗമായി അർപ്പിക്കുമ്പോൾ ആ ജീവിതം ആനുകാലിക ലോകത്ത് വരച്ചു കാട്ടുന്നത് നമ്മുടെ ജീവിതം വഴിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രഘോഷകർക്ക് യാതൊരു കുറവുമില്ല എന്നാണ്. പ്രഘോഷണം എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് മാത്രമാണ് നാം ചിന്തിക്കേണ്ടത്. യേശുവിനെ ലോകത്ത് നമ്മുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്ന ചെറിയ ജീവിത പ്രവൃത്തികൾ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ നിങ്ങൾ പുലർത്തുന്ന ബന്ധങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതെല്ലാം ഈ ലോകത്തോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാം പറയുമ്പോൾ ക്രിസ്തുവിന് ഭാഷാന്തരത്തിൽ വ്യതിയാനങ്ങളുണ്ടാവും. നാം മനസ്സിലാക്കിയ ക്രിസ്തുവിനെയാണ് നമുക്ക് പറയാൻ കഴിയുക. നാം അനുഭവിക്കുകയും നാം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ക്രിസ്തു യഥാർത്ഥ ക്രിസ്തുവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതാണോ, വൈജാത്യമുള്ളതാണോ എന്ന് പരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. സുവിശേഷ പ്രഘോഷണം മലമുകളിൽ നിന്ന് വചനം പ്രഘോഷിക്കുന്നതല്ല. കൺവെൻഷനുകളിലോ പ്രാർത്ഥനാ സമ്മേളനങ്ങളിലോ ബൈബിളിനെ ഉദ്ധരിച്ച് വാചികമായി പ്രസംഗിക്കുന്നതല്ല. അതെല്ലാം കേവലം വാചോടാപമായിട്ട് ലോകം കണക്കാക്കും. അത്തരം ഒത്തിരിയേറെ പ്രഘോഷങ്ങൾ ലോകത്തുണ്ട്. നാം തിരിച്ചറിയേണ്ടത് നാം ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ. മിസ്റ്റർ കൊച്ചുറേസ്യ പറയുന്നത് ഒരു മൊട്ടുസൂചി താഴെ വീഴുന്നത് അവൻ്റെ നാമത്തിൽ എടുത്തു വെക്കുമ്പോൾ പോലും അത് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയാവുന്നതാണ്. നാം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അഴുക്ക്, മാലിന്യം ആരും കാണാതെ ഒരു കവറിൽ കെട്ടി നടുവഴിയിൽ വലിച്ചെറിയുന്നതാണ് നമ്മുടെ ജീവിതം. ആ ഒരു പ്രവൃത്തി പോലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിരുദ്ധമായി മാറിപ്പോകുന്നുണ്ട്, പരദ്രോഹത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ പോലും യഥാർത്ഥത്തിൽ പ്രഘോഷണമാണ്. കാരണം നാം ജീവിക്കുന്നത് അവൻ്റെ നാമത്തിലാണ്. അവൻ്റെ നാമത്തിൽ ദൈവം രക്ഷിക്കുന്നു എന്ന നാമത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടത് വെളിപ്പെടുത്തണ്ടേ? വാസ്തവത്തിൽ ദൈവാരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രഘോഷണമാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും ലോകത്തിന് മുൻപിൽ നാം ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. നാം അവതരിപ്പിക്കുന്ന ക്രിസ്തു യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവാണോ എന്ന പരിശോധന നിരന്തരം നാം നടത്തേണ്ടതുണ്ട്. നമ്മുടെ അകമേ വസിക്കുന്ന സ്നേഹസമ്പന്നനായ കാരുണ്യവാനായ ഒരു ദൈവത്തെ ജീവിതം കൊണ്ട് പ്രയോഗ വഴിയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ അറിവും നമ്മുടെ അനുഭവവും എത്രത്തോളം വ്യത്യസ്തമായി പോകുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. യേശു കേസറിയ ഫിലിപ്പിയിലേക്ക് പോകുന്ന സമയത്ത് ഗ്രാമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ 3 ഉത്തരങ്ങൾ പറയുന്നതിന്. ചിലർ പറയുന്നു ഏലിയായാണെന്ന്. ഏലിയ വീണ്ടും വരും എന്നാണല്ലോ, ഏലിയായാണെന്ന് വിശ്വസിക്കുന്നു. ചിലർ പറയുന്നു സ്നാപകനാണെന്ന്. സ്നാപകൻ വധിക്കപ്പെട്ടു, അവൻ ഉയർത്തതാണെന്ന് ഹെറോദേസ് പോലും വിശ്വസിക്കുന്നുണ്ട്. വേറെ ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവൻ. ഇന്നും അത്തരം ധാരണകൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. യേശു വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യം ഇന്നും നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമായി തിരിച്ചറിയണം. പ്രസക്തിയുള്ളൊരു ചോദ്യമാണത്. ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ നിനക്കാരാണ്? ക്രിസ്തു എനിക്ക് ആരാണ് എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ചെറിയ പ്രവൃത്തി കൊണ്ട് പോലും വെളിപ്പെടുന്നത്.
പത്രോസ് പറഞ്ഞു, നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, ജീവിക്കുന്ന ദൈവമാണെന്ന് പത്രോസ് പറയുന്നുണ്ട്. ഞാനും നിങ്ങളും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം. മാർക്കോസ് 8:27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ കഴിഞ്ഞു പോയൊരു കാര്യമായിട്ട് കരുതരുത്. ഞാൻ ആരാണ് എന്ന ആ ചോദ്യവും പത്രോസ് അതിന് നൽകുന്ന ഉത്തരവും നിരന്തരം വിശ്വാസികൾ ഹൃദയത്തിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. കുടുംബത്തിലോ സമൂഹത്തിലോ ചുറ്റുപാടുകളിലോ എന്താണ് നാം പ്രവർത്തിക്കുന്നത്, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഞാൻ ആരാണെന്നാണ് നീ വിശ്വസിക്കുന്നത് എന്ന ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഓരോ തവണയും നീ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഏറ്റുപറഞ്ഞ് ജീവിതാവസാനം വരെ പോവുകയാണ് നമ്മുടെ കടമ. മാമോദീസയിൽ നാം ആരംഭിക്കുന്ന ജീവിതം യഥാർത്ഥത്തിൽ ഈ പ്രഘോഷണത്തിൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് സഭയിൽ പ്രസംഗകരില്ലല്ലോ എന്ന് ധരിക്കേണ്ട. നാം പറയുന്ന ക്രിസ്തു, നമ്മുടെ പ്രഘോഷണങ്ങൾ വരുന്ന ക്രിസ്തു അതരത്തിലൂടെ നാം പുറപ്പെടുവിക്കുന്ന വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരാളല്ല എന്ന് തിരിച്ചറിയണം. അനേകർ വിശക്കുന്നവരായി ഈ ലോകത്ത് അവശേഷിക്കെ വിശക്കുന്നവരെ കുറിച്ച് യാതൊരു വേവലാതിയുമില്ലാതെ സ്വന്തം താല്പര്യങ്ങളിൽ മാത്രം കുടുങ്ങി ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തോട് പറയുന്ന ക്രിസ്തു ഏതാണ്? നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുകയും ദീർഘമായി പ്രാർത്ഥിക്കുകയും തീർത്ഥാടനങ്ങൾ നടത്തുകയും വചന സന്ദേശങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ അവരൻ്റെ വേദനകളെ, അവരൻ്റെ ഇല്ലായ്മയെ, കിടന്നുറങ്ങാൻ ഇടമില്ലാത്ത അവസ്ഥയെ പരിഗണിക്കുന്നില്ല എന്ന് വരുമ്പോൾ നാം പറയുന്ന ക്രിസ്തു ഏതാണ്? അതുകൊണ്ട് ലോകത്തോട് നാം പറയുന്ന ക്രിസ്തു കേവലം അതരത്തിലൂടെ പറയപ്പെടേണ്ട ഒരാളല്ല, ജീവിതം കൊണ്ട് പ്രയോഗ വഴിയിൽ അവതരിപ്പിക്കേണ്ട ഒരാളാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യുന്നത്? നമ്മെ എതിർക്കുന്നവരെ, ദ്രോഹിക്കുന്നവരെ, നമ്മോട് ബന്ധങ്ങൾ പുലർത്തുന്നവരെ ഏത് മനോഭാവത്തോടെയാണ് നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്? എങ്ങനെയാണ് നാം മറ്റുള്ളവരെ പരിഗണിക്കുന്നത് എന്ന് ദൈവസന്നിധിയിൽ മാത്രം കണക്ക് പറഞ്ഞാൽ പോരാ, അത് ലോക സമക്ഷം കൂടി നാം വെളിപ്പെടുത്തണം. മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശത്രു പ്രബലനാണെങ്കിൽ, നമ്മളെതിരിടുന്നവർ പ്രബലരാണെങ്കിൽ നാം പറയുന്നൊരു കാര്യമുണ്ട്: ദൈവം കണക്ക് ചോദിക്കും, ദൈവം പ്രതികാരം ചെയ്യും. ലൂക്കാസ് വിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തു തന്നെ അയക്കുന്ന പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം വായിച്ചിട്ടാണ് ക്രിസ്തു പറയുക, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ആ വചനം അവസാനിപ്പിക്കുമ്പോൾ ക്രിസ്തു യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം മാറ്റിക്കളഞ്ഞു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് കർത്താവിൻ്റെ പ്രതികാര ദിനത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ പ്രതികാര ദിനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ ക്രിസ്തു അത് പൂർത്തീകരിക്കുന്നത് കർത്താവിൻ്റെ സംവത്സരം, ക്ഷമയുടെ സംവത്സരം, സ്വീകരണത്തിൻ്റെ സംവത്സരം, കൃപാവത്സരത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ കൃപാവത്സരമാണ് ക്രിസ്തുവിൽ പ്രഘോഷിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ ദൈവമായി ക്രിസ്തുവിനെ അവതരിപ്പിക്കാനിടയായാൽ നിശ്ചയമായും കണക്ക് ചോദിക്കുന്നവനാണ് ദൈവം എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെക്കുറിച്ച് ഒരു അപവാദം പറയുകയാണ്, ദൈവത്തെ അപമാനിക്കുകയാണെന്ന് തിരിച്ചറിയണം. പഴയ നിയമസങ്കല്പത്തിൽ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. സങ്കീർത്തനം 79:12 പറയും, ഞങ്ങളുടെ അയൽക്കാർ അങ്ങേ നിന്ദിക്കുന്നു, 7 ഇരട്ടിയായി പകരം ചെയ്യണമേ. അന്ന് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ഒരു പ്രതികാരം ചെയ്യുന്ന ദൈവത്തെയാണ്. ഇന്നും പ്രതികാരദാഹിയായ ദൈവത്തെക്കുറിച്ച് ധാരണയുള്ള മതങ്ങൾ ലോകത്തുണ്ട്. മതങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. അത് പരിവർജക സ്വഭാവമുള്ളതാണ്, എക്സ്ക്ലൂസീവ് നേച്ചറാണ്, പുറന്തള്ളലാണ്, മാറ്റി നിർത്തലാണ്, മറ്റുള്ളവരെ നശിപ്പിക്കലാണ്. ദൈവം തൻ്റെ ഇഷ്ടത്തിന് മാത്രം നയിക്കുന്ന ഒരാളായി ചിത്രീകരിക്കപ്പെടും. അവനിഷ്ടമില്ലാത്തവരെയൊക്കെ കൊന്നുകളയുന്ന, തനിക്കെതിരായവരെയൊക്കെ നീക്കിക്കളയുന്ന ഒരാളായിട്ട് പഴയ നിയമം പറയും. അത് മതസ്വഭാവമാണ്. മതത്തിൻ്റെ പ്രത്യേകത എന്താ? മതം ധാർമ്മികതയെക്കുറിച്ച് പറയും, ആ ധാർമ്മികതയ്ക്കെതിരായവരെയൊക്കെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അധാർമികമായി പ്രവർത്തിക്കും. മതത്തിൻ്റെ സ്വഭാവം അതാണ്. മതം പറയുന്നതാണ് സത്യം എന്ന് ശഠിക്കും. ആ സത്യം അംഗീകരിക്കാത്ത എല്ലാവരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഈ സത്യത്തെക്കുറിച്ച് അത് പറയുക. അങ്ങനെ പറയുന്ന സത്യത്തെ തന്നെ നിഷേധിക്കുന്ന ഭാവം മതത്തിനുണ്ട്.
യേശുക്രിസ്തു പരമ സത്യമാണെന്നും യേശുവിനെ നാം വിശ്വസിക്കുന്നുവെന്നും പറയുമ്പോൾ യേശുവിനെതിരായി നടക്കുന്ന എല്ലാ പ്രചാരവേലകളെയും എല്ലാ വിയോജിപ്പുകളെയും ഇല്ലായ്മ ചെയ്യുക എന്നല്ല അതിനർത്ഥം. അങ്ങനെ വന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതും ഒരു മതമായിട്ട് മാറും. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. അവിടുന്ന് സഭയെയാണ് പടുത്തുയർത്തിയത്. ശിരസായ തന്നിലേക്ക് വളരാൻ ശരീരമായ സഭയെ ലോകത്തേക്ക് അയക്കുന്നത് സ്നേഹം വിളമ്പാനാണ്, അഥവാ ലോകത്തിൻ്റെ അധാർമികതയെ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനാണ്. ലോകത്ത് വലിയ അധാർമിക പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ, ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ മാത്രം പറയാനുള്ളൊരു കാര്യമല്ലത്. ജീവിതത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ചുറ്റുപാടിൽ, വ്യക്തിബന്ധങ്ങൾക്കകത്ത്, സാമൂഹ്യ ബന്ധങ്ങൾക്കകത്തൊക്കെ നാം പുലർത്തേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കുക? വളരെ എളുപ്പമാണ്. കാരണം ദ്രോഹമേൽക്കാത്തവരായിട്ട് ആരുമില്ല, അപമാനമേൽക്കാത്തവരായിട്ട് ആരുമില്ല. മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തലും ദ്രോഹവും തിന്മയും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാൻ പറ്റും. പ്രത്യക്ഷത്തിലൊരു വാക്കുകൊണ്ടല്ല, പ്രത്യക്ഷത്തിലൊരു പ്രവൃത്തി കൊണ്ടല്ല. നമുക്കെതിരായി വരുന്നവരെ സ്നേഹിച്ചുകൊണ്ടും നമുക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ടും നമുക്ക് വരാൻ പറ്റും. നമ്മൾ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക എന്നത് ഒരു പരമപ്രധാനമായ കാര്യമാണ്. അത് ഹൃദയത്തെ ദ്രവിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരിക്കൽ യുക്തിചിന്തയുള്ള ഒരാൾ ചോദിക്കുകയുണ്ടായി, ഈ പറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? ഈ പറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? എതിരാളിക്ക് മാനസാന്തരം ഉണ്ടാവുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല. ദ്രോഹം എന്നത് മനുഷ്യഭാവത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു സ്വഭാവമാണ്. അവരനോടുള്ള വിദ്വേഷം, എതിർപ്പ്. അങ്ങനെ ആ വിദ്വേഷത്തെയും വെറുപ്പിനെയും സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുകയാണ് ക്രിസ്തു. യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? ശരിക്കു പറഞ്ഞാൽ ലോകത്തിൻ്റെ, മനുഷ്യന്റെ കോപത്തിന് ഭക്ഷണമായിട്ട് മാറുക. യേശു താൻ ലോകത്തിന് വേണ്ടിയുള്ള ഭക്ഷണമാണെന്ന് പറയുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണെന്ന് പറയുമ്പോൾ, തന്നെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിന് വിരുന്ന് നൽകാനായി മുറിക്കപ്പെടുന്നൊരു അപ്പം മാത്രമായിട്ടല്ല പറയുന്നത്. കുരിശിൽ തന്നെ ആക്രമിച്ച് പീഡിപ്പിച്ച് കൊല്ലുന്നവരുടെ വിദ്വേഷത്തിന് സ്വന്തം സഹനം വഴി പകരം കൊടുക്കുകയാണ്, അപ്പമായി മാറുകയാണ്. മനുഷ്യന്റെ വൈകാരികതയ്ക്കുള്ള ഭക്ഷണമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരടി കൊള്ളുമ്പോൾ ആ അടിയെ സ്വീകരിച്ചുകൊണ്ട്, ആ വേദനയെ ഭക്ഷിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട് അവരന് വിദ്വേഷത്തിൽ നിന്ന് മോചനം കൊടുക്കും. അതുകൊണ്ട് ലൂക്ക 6:28 പറയും, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായി ക്രിസ്തുവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുക. യേശു തന്നെ ശപിക്കുന്നവരെ, തന്നെ അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ആളായിട്ടാണ് ലോകത്തേക്ക് വന്നത്. അവിടെ നിന്ന് പ്രതികാരത്തിൻ്റെ ദൈവമായിട്ടല്ല. ഇനി ഏറെ വൈരുദ്ധ്യമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അതിന് പ്രതികാരം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും. അവിടുത്തെ അധിക്ഷേപിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഇവൻ മുടിഞ്ഞു പോട്ടെ എന്ന് നമ്മൾ പറയും. അപ്പൊ എങ്ങനെയുണ്ട്? ആരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നത്? ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്നവരാണോ? അല്ലെങ്കിൽ യേശുമാർഗം ശരിയല്ലെന്ന് പറയുന്നവരാണോ? യേശുമാർഗം ശരിയാണെന്ന് പറയുകയും യേശുവിനെ പുകഴ്ത്തുന്നു എന്ന് പറയുകയും അതേസമയം അവിടുത്തെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുകയും അവിടുത്തെ മാർഗത്തെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ജീവിതം പരിശോധിക്കുക. യേശു പറഞ്ഞ ഏതെങ്കിലും കാര്യം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണോ നമ്മുടെ ജീവിതം? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരതിനു വേണ്ടി ജീവിക്കാനും എത്രത്തോളം നാം കരുതലെടുക്കുന്നുണ്ട്? നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ചും നമ്മൾ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമാണോ നമ്മുടെ ജീവിതം? അതുകൊണ്ട് എനിക്കെതിരായി തിരിയുന്നവനെ ദൈവം നോക്കിക്കൊള്ളും, ദൈവം പകരം കൊടുത്തുകൊള്ളും, ദൈവം പകരം വീട്ടിക്കൊള്ളും നമ്മൾ പറയാം. നമ്മളെ ദ്രോഹിച്ച ഒരാളുണ്ടെന്നിരിക്കട്ടെ, ഇത് വലിയ വലിയ കാര്യങ്ങളിലോ പ്രഘോഷങ്ങളിലോ ശ്രദ്ധിക്കേണ്ട, ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മളെ വെറുക്കുന്ന,
നമ്മളെ അധിക്ഷേപിക്കുന്ന, നമുക്കെതിരെ കുറെ ദ്രോഹം ചെയ്തിട്ടുള്ള ഒരാളുടെ തലയിൽ ഒരു തേങ്ങ വീണാൽ നമുക്ക് സന്തോഷമാണോ ഉണ്ടാകുക, അല്ലെങ്കിൽ അവനെ രക്ഷിക്കണം എന്നുള്ള വിചാരമാണ് ഉണ്ടാകുക? പണ്ടൊക്കെ നമ്മൾ നേരിട്ട് പറയുമായിരുന്നു, ആ അത് ദൈവം കണക്ക് തീർത്തതാണ്, എന്നോട് അങ്ങനെ ചെയ്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഇപ്പോ പണ്ടൊക്കെ പിന്നെ പിന്നെ എന്നായിരുന്നു, ഇപ്പൊ ദൈവം കൂടെ കൂടെ എന്നാണ്. അപ്പൊ തന്നെ പണി കൊടുക്കും. ഈ വിശ്വാസം ക്രൈസ്തവരെ സംബന്ധിച്ച് എത്രത്തോളം ശരിയാണെന്ന് ആലോചിക്കണം. നമുക്കത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? ഇനി പ്രാർത്ഥനയിലൊക്കെ വളർന്നു എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ധ്യാനമൊക്കെ കൂടി വചനമൊക്കെ അറിയാമെന്ന് പറയുന്ന ആളുകൾ, മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് കുറെ കൂടി രസകരമായിട്ടാണ്. ഒരാളുടെ തല തേങ്ങ വീണു, നമ്മുടെ ശത്രുവാണ് അയാൾ, നമ്മൾ ദ്രോഹിച്ചിട്ടുള്ള ആളാണ്. ഉടനെ നമ്മൾ പറയുന്നത്, ഞാൻ കർത്താവിനോട് അപ്പോഴേ പറഞ്ഞതാ, പ്രാർത്ഥിച്ചതാ, ഒന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചതാ, എന്നിട്ടും കൊടുത്തു. കർത്താവ് നമ്മുടെ ഗുണ്ടയാണെന്ന് നമ്മുടെ വിചാരം. കർത്താവ് നമ്മുടെ കാവൽക്കാരനാണ് എന്നത് പഴയ നിയമ സിദ്ധാന്തമാണ്. കർത്താവ് നമ്മുടെ കാവൽക്കാരനല്ല, നമ്മുടെ അധിനാഥനാണ്. അവന്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കാൻ കടമയുള്ളവരാണ് നമ്മൾ, ശിരസായ ക്രിസ്തുവിലേക്ക് വളരേണ്ടവർ. അപ്പൊ അതുകൊണ്ട് അവരിന് ദോഷം ഉണ്ടാകുമ്പോൾ അവന്റെ പ്രവൃത്തികൾ മൂലമാണെന്ന് പറഞ്ഞ് അവനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മെ ദ്രോഹിക്കുന്നവർക്കൊക്കെ നാശം വരണമെന്ന് അഭിലഷിക്കാൻ നമുക്ക് കഴിയില്ല. അവരനെ അംഗീകരിക്കണം, അവന്റെ കുറവുകളോടും പോരായ്മയോടും കൂടെ. അവനോടാണ് അനുകമ്പ വേണ്ടത്. ആരോടാണ് നമുക്ക് അനുകമ്പ ഉള്ളത്? 2 കാലുള്ളത് കൊണ്ട് 2 കാലില്ലാത്തതിനോട് അനുകമ്പ കാണിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ അങ്ങനെ അനുകമ്പ കാണിക്കുമ്പോൾ ആരാണ് അവിടെ പ്രതിയായിട്ട് മാറുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് 2 കാലുണ്ട്, 2 കാലില്ലാത്ത 1 കാല് മാത്രമുള്ള ഒരാളെ നമ്മൾ കാണുന്നു. നമ്മൾ പറയുന്നത് എന്തൊരു കഷ്ടം ദൈവമേ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയാണ് ഇപ്പൊ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചത്? ദൈവത്തെ അല്ലേ? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 1 കാല് മാത്രമുള്ള ഒരാള്, അംഗവിഹീനായ ഒരാൾ ബസ്സിൽ നിൽക്കുന്നു, തൂങ്ങിപ്പിടിച്ച് നിൽക്കാം. അപ്പൊ 2 കാലുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ ഔദാര്യപൂർവ്വം എഴുന്നേറ്റ് കൊടുത്തു. അയാൾ പറഞ്ഞിരിക്കൂ. അപ്പൊ മറ്റേ ആൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ നിന്നോളാം. 1 കാലുണ്ടായിട്ട് തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടുന്നു, പിന്നെ 2 കാലുള്ള ആളുടെ കാര്യം പറയണം. ദൈവം നമുക്ക് തരുന്ന ഏത് ജീവിതാവസ്ഥയും ദൈവത്തിന്റെ കാരുണ്യം ഒഴുകാനുള്ളൊരു വഴി മാത്രമാണ്. വേദനിക്കുന്ന ഒരുവൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നമ്മുടെ സ്വാന്തനം അർഹിക്കുന്നുണ്ട്. അതേപോലെ നമ്മെ അധിക്ഷേപിക്കുന്ന ഒരാൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ എവിടെ നിന്നൊക്കെ വീണു പോയിട്ടുണ്ട്. വൈകാരിക തലത്തിൽ വീണു പോയിട്ടുണ്ട്. അയാളുടെ ആത്മാവിന്റെ തലത്തിൽ അയാൾ വലിയ വീഴ്ചയിലാണ്. നരകം അവകാശമാക്കുന്ന പ്രവൃത്തി അയാൾ ചെയ്യണേ. അത്തരത്തിൽ വീണുപോയ, കുറവുള്ള, തിരിച്ചറിവില്ലാത്ത, 2 തരത്തിലുള്ള അറിവുകളില്ലാത്ത, അയാളുടെ അകത്ത് ദൈവം വസിക്കുന്നു എന്ന് അയാൾ അറിയുന്നില്ല, ആ ദൈവത്തെ അയാൾ ആരാധിക്കുന്നില്ല. നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തെ അയാൾ അറിയുന്നില്ല, ആ ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ വീണുപോയ ഏറ്റവും ബലഹീനനായ ഒരാളോട് കരുണയോടെ വർത്തിക്കേണ്ടതിന് പകരം അയാളെ ദൈവം നോക്കിക്കൊള്ളും, പ്രതികാരം ദൈവം ചെയ്തുകൊള്ളും എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുവിന്റെ അനുകമ്പയിൽ നിന്നും അകന്നു പോകുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ് ആണ്. സമ്പൂർണമായ ക്ഷമയാണ്. കൊടുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ് ദൈവത്തിന്റെ ഭാവം. ആ ഭാവം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു യേശുവിനെ കുറിച്ച് അതരം കൊണ്ട് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ സത്യദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നവർക്ക് എന്താണ് അനുഭവപ്പെടുക? നമ്മെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരെ, സഭയെ പീഡിപ്പിക്കുന്നവരെ, സഭയ്ക്കെതിരായ അപവാദങ്ങൾ ഉയർത്തുന്നവരെ, നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്നവരെ, അപമാനിക്കുന്നവരെ, ദ്രോഹിക്കുന്നവരെ, സഭയ്ക്കെതിരായി പ്രഘോഷണങ്ങൾ നടത്തുന്നവരെയൊക്കെ നമ്മൾ ഏത് തരത്തിലാണ് കാണേണ്ടത്? സങ്കീർത്തകൻ പറയുന്നത് പോലെ അവരോടൊക്കെ പ്രതികാരം ചെയ്യണമെന്ന മനോഭാവത്തിലാണോ? എന്തിനാണ് അങ്ങ് ഈ അപമാനങ്ങൾ കേൾക്കാനിടയാകുന്നത്? അങ്ങേ ജനങ്ങൾ ദുഷിക്കാനിടയാകുന്നത് എന്തിന്? അവരോട് 7 ഇരട്ടി പ്രതികാരം ചെയ്യണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സങ്കീർത്തകനോടൊപ്പമാണോ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് തന്നെ കുരിശിൽ പീഡിപ്പിക്കുമ്പോഴും പറയുന്ന ക്രിസ്തുവിനെയാണോ നാം അനുഗമിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ അർത്ഥമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നു, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ മറന്നു പോകുന്നു. നമ്മുടെ അകത്തുള്ള പ്രതികാര ഭാവത്തെ ക്രിസ്തുവിന്റെ കുപ്പായം ഇടിയിച്ച് പുറത്തിറക്കണം നമ്മൾ. അതാണ് അതിൻ്റെ കുഴപ്പം. നമ്മുടെ അകത്ത്
നമ്മുടെ ഒരു മനോഘടനയിലുള്ള ആളെ, പ്രതികാരത്തിൻ്റെ, ശത്രുതയുടെ, എതിർപ്പിൻ്റെ, അപരദ്രോഹം ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ ഒക്കെ വൈകല്യങ്ങളുള്ള ഒരാളെ ക്രിസ്തുവിൻ്റെ കുപ്പായം ധരിപ്പിച്ച് പുറത്തിറക്കുന്നു. അങ്ങനെയുള്ള ആക്ഷേപങ്ങളാണ് നമ്മൾ കേൾക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സിനിമാ മേഖലയിൽ ആളുകളൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതെന്താ? അത് കർത്താവിനെ വിമർശിച്ച് സിനിമ ഒക്കെ ചെയ്തതിൻ്റെ, സഭയെ ദ്വേഷിച്ച് സിനിമ ചെയ്തതിൻ്റെ അടി കൊടുത്തതാണ് ദൈവമെന്നാണ്. ഇപ്പം നല്ല പ്രഘോഷണമായില്ലേ? അവർ അപമാനിച്ചു, കുമ്പസാരത്തെക്കുറിച്ച് തെറ്റായി പറഞ്ഞു, അല്ലെങ്കിൽ ദേവാലയത്തെ അശുദ്ധമാക്കി കാണിച്ചു, വിശ്വാസ സമൂഹത്തെ അശുദ്ധമാക്കി കാണിച്ചു, യേശുവിൻ്റെ നാമത്തെ അവർ മോശപ്പെടുത്തി കാണിച്ചു എന്നുള്ളതാണല്ലോ പരാതി. ഇപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തി എന്താ? ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? അവർക്കിട്ട് അടി കൊടുക്കുന്ന ദൈവം. ഏതാണ് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കുന്ന വാക്ക്? അവർ പറഞ്ഞ ആക്ഷേപങ്ങളാണോ? അവരറിഞ്ഞിട്ടില്ല ക്രിസ്തുവിനെ അറിയാത്ത ആളുകളാണ് അപ്രകാരം പറയുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ പറയാണ് അവർക്കിട്ട് ഒരു അടി കൊടുത്തത് ദൈവമാണ്. ഇപ്പോ നമ്മളാണോ ക്രിസ്തുവിനെ അവഹേളിക്കുന്നത്? ഇപ്രകാരം അറിവില്ലായ്മ മൂലം പറയുന്നവരാണ്. യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന യഹൂദന് അറിവില്ല. അവന്റെ മനസ്സിലുള്ള ദൈവം സർവശക്തനായ ഒരാളാണ്. കുരിശിൽ കയറാൻ മാത്രം ബലഹീനനായ ഒരാളല്ല. അരൂപിയാണ് ദൈവം എന്ന് വിശ്വസിക്കണം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ജനസമൂഹത്തിന്റെ നടുവിൽ നിന്ന് ഞാനാണ് ദൈവമെന്ന്, ദൈവത്തിന്റെ മകനെന്ന് പറഞ്ഞാൽ അവർ കൊല്ലില്ലേ? അതവരുടെ അറിവില്ലായ്മയാണ്. സത്യം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ്. സഭയ്ക്കെതിരായ പീഡനങ്ങളും സഭയ്ക്കെതിരായ അപവാദങ്ങളും ഒക്കെ ഉണ്ടായത് ആദ്യമായിട്ടാണ്. 1965-66 കാലഘട്ടം മുതൽ ലോക സിനിമയിൽ നിരവധിയായ സിനിമകൾ സന്യാസത്തെയും പൗരോഹിത്യത്തെയും ക്രിസ്തുവിനെയും അവഹേളിക്കുന്നതായിട്ടുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അവഹേളിക്കുന്നത്? ക്രിസ്തുവിനെ അവഹേളിക്കുന്നവൻ ജീവിക്കുന്നവനായതുകൊണ്ടാണ്. നമുക്ക് തിരിച്ചറിവില്ലാതെ പോകുന്ന നമ്മുടെ കുഴപ്പം. മരിച്ചുപോയ ആരെക്കുറിച്ചെങ്കിലും ആരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമോ? 2000 വർഷമായി അവൻ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയോ ഇപ്പോഴും സജീവനാണ്. യേശു ജീവിക്കുന്നവനായതുകൊണ്ടാണ് അവനെ നേരിടാൻ ലോകം ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത്. മരിച്ചുപോയ ഒരുവനെ കുറിച്ചാണെങ്കിൽ ലോകം ഇത്രത്തോളം സംസാരിക്കില്ല, എതിർക്കില്ല, അവനെതിരായി വരില്ല. കാരണം മരിച്ചുപോയ ഒരാൾ എപ്പോഴും നല്ല ആളാന്ന് നമ്മൾ പറയാം. എത്ര മോശപ്പെട്ട ആൾ മരിച്ചാലും നമ്മൾ എന്ത് പറയും? എങ്കിലും നല്ലവനായിരുന്നു. കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും നല്ലവനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. മരിച്ചുപോയ ഒരാളെയും ആരും ദുഷിക്കാറില്ല. അവൻ ജീവിക്കുന്നവനായതുകൊണ്ട് അവൻ നിരന്തരം ആക്ഷേപമേൽക്കുന്നു. അവൻ നിരന്തരം ആക്ഷേപമേൽക്കുന്നത് അവൻ എന്തെങ്കിലും കുറവുകളുള്ളത് കൊണ്ടല്ല, അവൻ്റെ നാമത്തിൽ ജീവിക്കുന്ന നമുക്ക് കുറവുകളുള്ളത് കൊണ്ടാണ്. അവൻ്റെ നാമത്തിൽ ജീവിക്കുന്ന നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്നകന്ന് ക്രിസ്തുബോധത്തിൽ നിന്നകന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. സഭയിലും സഭാ സമൂഹത്തിനടുത്ത് വൈകല്യങ്ങൾ ഉണ്ടാകും. വൈകല്യങ്ങൾ ആളുകൾ വിളിച്ചു പറയും, അത് കഥയായിട്ട് മാറും. അങ്ങനെ കഥ പറയുമ്പോൾ പറഞ്ഞവനെ കൊല്ലണോ അതോ നമ്മൾ തിരുത്തണോ? നമ്മൾ തിരുത്തുകയും കൂടുതൽ ആർജവത്തോടെ സ്നേഹത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്യണം. അതിനു പകരം നമ്മൾ അവനൊക്കെ നശിക്കുന്ന ഇതുകൊണ്ടാണ്. അപ്പൊ സിനിമക്കാരെയൊക്കെ പിടിക്കുന്നത്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് സഭയ്ക്കെതിരായ സിനിമ വന്നതുകൊണ്ടാണ്, ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മണിപ്പൂരിൽ ഇത്രയും ദേവാലയങ്ങൾ തകർക്കുകയും ഇത്ര ആളുകളെ കൊല്ലുകയും നമ്മുടെ സഹോദരിമാരെ നഗ്നരാക്കി വഴിയിലൂടെ നടത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ആളുകളെ എന്ത് ചെയ്യണം ദൈവം? ഒറീസയിലെ കണ്ടമാലിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ദേവാലയങ്ങൾ തകർക്കുകയും അനേകരെ കൊന്നൊടുക്കുകയും സംഹാര താണ്ഡവം ആടുകയും ചെയ്ത വർഗീയ ശക്തികളെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? അവർക്ക് എന്ത് സംഭവിക്കണം? ലോകത്ത് എല്ലായിടത്തും നോക്ക്, വർഗീയവാദികളും മതമൗലികവാദികളും എന്നും എതിർക്കുന്നത് ക്രിസ്തുവിനെയാണ്. കാരണം ക്രിസ്തു സ്നേഹമാണ്. സ്നേഹം പ്രഘോഷിച്ചാൽ വിദ്വേഷത്തിന് നിലനിൽപ്പില്ല. അസഹിഷ്ണുതയാണ് ലോകത്തിലുള്ള മതം. ഏത് മതവും അസഹിഷ്ണുതയാണ് പുലർത്തുന്നത്. നമ്മൾ സഭയാണ്, സഹിഷ്ണുതയാണ്. പീഡനം ഏറ്റുവാങ്ങുന്ന ശരീരമാണ് ക്രിസ്തുവിൻ്റെത്. യേശുവിൻ്റെ ശരീരം മുറിവേൽപ്പിക്കപ്പെട്ടുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും മുറിവേൽപ്പിക്കപ്പെടും. അതിൽ ആകുലപ്പെടേണ്ട. 5 തിരുമുറിവുകൾ വെളിപ്പെടുത്തുന്നവളായി സഭ ലോകത്ത് നിലനിൽക്കും. സഭ ദ്രോഹിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ ഇല്ലാണ്ടായി പോകുന്നതാണ് നമ്മൾ കരുതിയേക്കണേ. സഭയെ പീഡിപ്പിക്കും തോറും, അപമാനിക്കും തോറും, സഭയ്ക്കെതിരെ വിദ്വേഷം പുലർത്തും തോറും സഭ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം
സഭ ദൈവത്തിൻ്റെ സ്നേഹം ഈ മുറിവുകളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്, സജീവമാകുന്നത്. ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകൾ ആനുകാലിക ലോകത്ത് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഈ അപമാനങ്ങൾ, വേദനകൾ, സഹനങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ മുറിവിനെ കൂടുതൽ തുറസുള്ളതാക്കുന്നു. അതിൽ നിന്ന് രക്തം കിനിയുന്നു. അഖില ലോകത്തിനും വേണ്ടി നിരന്തരം ക്ഷമയും സ്നേഹവും ഒഴുക്കുന്നു, രക്ഷയൊഴുക്കുന്ന ദൈവം. ആ ദൈവത്തെ തിരിച്ചറിയാതെ നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. ക്രിസ്തുവിന് ഇതിൽ കൂടുതൽ അപമാനകരമായി ഒന്നില്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് ആലോചിക്കണം, ഏത് ക്രിസ്തുവിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക വാഗോണ്ടല്ലോ, ജീവിതം കൊണ്ട്, ചുറ്റുപാടുകൊണ്ട്. അവരെ ദ്വേഷിക്കുകയും മറ്റുള്ളവരെ അകറ്റി നിർത്തുകയും സാഹോദര്യം ഒഴിവാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാകണമെന്നില്ല. ലോകം ശരിയാകുമ്പോഴല്ല ക്രിസ്തു ശരിയാകുന്നത്. ലോകം ശരിയാകാതിരിക്കുമ്പോഴാണ് ക്രിസ്തു ശരിയാകുന്നത്. അന്ധകാരമുള്ളത് കൊണ്ടാണ് പ്രകാശത്തിന് പ്രസക്തി. അന്ധകാരമുണ്ട്, പക്ഷെ ആ അന്ധകാരത്തിന് എന്നും നിലനിൽക്കാൻ കഴിയില്ല. ഈ വെളിച്ചത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ വെളിച്ചം കരുണയാണ്, സ്നേഹമാണ്. ആ സ്നേഹം ഒഴുക്കിക്കൊണ്ടല്ലാതെ ഈ ലോകത്തിൻ്റെ അധാർമികതയെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ക്രിസ്തു പ്രവർത്തിക്കുക? തന്നെ ദ്രോഹിക്കുന്നവരോട് എങ്ങനെ പ്രവർത്തിക്കുക? അവിടുന്ന് വളരെ ലളിതമായിട്ടാണ് പ്രവൃത്തി ചെയ്തത്. തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്, അതിനും കൊണ്ട് നല്ല വാക്ക വിളിച്ചേ, ഗുരു സ്വസ്തി, നല്ല വാക്കല്ലേ? ഹൃദയം കൊണ്ടോ 30 വെള്ളിക്കാശിൻ്റെ മേൽ പിടിമുറുക്കിയ ഹൃദയം. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് നേടുമ്പോൾ ലോകം ജയിച്ചൊരാളെ പോലെയാണ് യൂദാസ്. പക്ഷേ പതനം അതീവ ഗൗരവമുള്ളതാ. പതനം എങ്ങനെയുള്ളതാ? ക്രിസ്തു എന്തെങ്കിലും ചെയ്തതാണോ? അവനവൻ കൊടുക്കാം. നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മോട് തന്നെ സംസാരിക്കും. കോൺസിക്വൻസ് അതിനുണ്ട്. ശിക്ഷയല്ല, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പ്രതികാരം ആവശ്യപ്പെടുന്ന കോൺസിക്വൻസ് ഉണ്ട് അതിനകത്ത്. ഒരു കല്ല് മേലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വരും. ആ ദൈവം മേലെ നിറയുന്നതല്ല, നാം എറിഞ്ഞ കല്ല് തന്നെയാണ്. നാം അണുവിഘടനം കണ്ടുപിടിച്ചു. അണുവിനെ വിഭജിക്കാം. അവസാനം അത് തന്നെ മനുഷ്യനെ കൊല്ലാനായിട്ട് അണുവായുധങ്ങളായിട്ട് മാറി. നന്മയ്ക്ക് ഉപയോഗിക്കാവുന്ന കത്തി തിന്മയ്ക്കും നമ്മൾ ഉപയോഗിക്കും. മനുഷ്യന്റെ നിർമ്മിതികൾക്കൊക്കെ പരിമിതിയുണ്ട്, മനുഷ്യന്റെ പ്രവൃത്തികൾക്കൊക്കെ പരിമിതിയുണ്ട്. അപ്പൊ അപ്രകാരം പരിമിതിയുള്ള നമ്മൾ നമ്മുടെ പരിമിതികളെ ക്രിസ്തുവിന്റെ കുപ്പായം ഇടിച്ച് പുറത്തിറക്കരുത്. പകരം ക്രിസ്തു എങ്ങനെയാണ് മറ്റുള്ളവരോട് പ്രവർത്തിച്ചതെന്ന് ആലോചിക്കും. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരാളാണല്ലോ വിശുദ്ധ പൗലോസ്. നിങ്ങളും ഞാനും എപ്പോഴും പറയുന്ന ഒരാളാണ് പൗലോസ്. പ്രഘോഷണത്തിന് ഇതുപോലെ തീക്ഷ്ണതയുള്ള, പ്രഘോഷണത്തിന് ഇതുപോലെ സ്വയാർപ്പണ ബോധമുള്ള ഒരാൾ വേറെയില്ല. 12 അപ്പോസ്തലന്മാരെക്കാൾ ശക്തനായ പ്രഘോഷകനായിട്ടാണ് ലോകം മുഴുവൻ ഓടി വളർന്നത് പൗലോസ്. അദ്ദേഹം മറ്റേ പീഡകളെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരാഗ്രഹവാസം, ചമ്മട്ടിയടികൾ, വടികൊണ്ടുള്ള അടികൾ, കപ്പൽ യാത്രകൾ, കപ്പൽ അപകടങ്ങൾ, ദാരിദ്ര്യം, അങ്ങനെ അനുഭവിക്കാവുന്ന സമസ്തവും അനുഭവിച്ച് ക്രിസ്തുവിനെ പ്രതി ഇറങ്ങി തിരിച്ചൊരാൾ. ഈ ആൾ നല്ലൊരാളായിരുന്നില്ല, സഭയെ പീഡിപ്പിച്ചയാളാണ്, ഫരിസേയനാണ്. അതുകൊണ്ട് ക്രിസ്തുമാർഗത്തിൽ എത്തിച്ചേരുന്നവരെ ദുഷിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് പൗലോസ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന നേരത്ത് ഈ ആളുകളുടെ വസ്ത്രം കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് സാക്ഷിയായി നിന്നയാൾ, നേതൃത്വം കൊടുത്തയാൾ. ദമാസ്കസിലേക്ക് അധികാരപത്രത്തിനായിട്ട് പോവാണ്. എന്തിനാണ്? അവിടെയുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ. അങ്ങനെ ക്രിസ്ത്യാനികളെ നിഷ്കരണം കൊന്നുകൊണ്ട് മുന്നേറിയ ഒരാളെ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഒരു മിന്നലൊളി അടിച്ച് താഴെയിട്ടു. നല്ല ഓട്ടത്തിനിടയിൽ കിട്ടിയ അടിയാ. അപ്പോസ്തല പ്രവൃത്തികൾ 26:14 നമ്മളത് വായിക്കും. ശൗൽ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്? അടി കൊണ്ടതിന്റെ ചോദ്യ. രണ്ടാമത്തെ അടി അതിനേക്കാൾ കട്ടിയുള്ളതാ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. യേശുവിനെ നേരിട്ട് പീഡിപ്പിച്ച ആളല്ല സാവൂൾ. സാവൂൾ പീഡിപ്പിച്ചത് ക്രിസ്തു വിശ്വാസം പറയുന്നവരെയാണ്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അങ്ങനെ അടിച്ച് താഴെ ഇട്ടത് പ്രതികാരമായിട്ടാന്ന് വിചാരിച്ചേ? തന്നെ ദ്രോഹിക്കുന്ന ഒരാളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അയാളുടെ ലോകത്തുള്ള കാഴ്ചകളെല്ലാം മാറ്റി അന്ധനാക്കി പരിശുദ്ധാത്മാവിനെ നിറച്ച് മരിക്കാൻ തീഷ്ണതയുള്ള ഒരാളാക്കി മാറ്റുകയാണ് ദൈവം. യേശു ചെയ്ത പ്രവൃത്തി ഓർക്കണം.
സൗളിനെ കുറിച്ച് അനന്യാസിനോട് പറയുന്നുണ്ട്, അവൻ എന്നെക്കുറിച്ച് എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന തീഷ്ണത മരിക്കാനുള്ള തീഷ്ണതയായി ജെറുസലേമിലേക്ക് മരണം കാത്തിരിക്കുന്നു എന്ന് അറിയുമ്പോഴും സധൈര്യം പോകാൻ മനസ്സ് കാണിക്കുന്നില്ല, ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ. അതുകൊണ്ട് ചോദിക്കുന്നുണ്ട് റോമർ 8:35, പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്ത് വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും. അപ്പൊ നമ്മെ അവഹേളിക്കുകയും എതിർക്കുകയും നമുക്കെതിരെ അപവാദം പറയുകയൊക്കെ ചെയ്യണ ആളുകൾ ആരായി മാറേണ്ട ആളായിരുന്നു? പൗലോസായി മാറേണ്ട ആളായിരുന്നു. തടസ്സമാരാ? ഞാനും നിങ്ങളുമാണ്. നീ ക്രിസ്തു വിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നു, നീ സഭാവിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നു, നീ സഭയെ ദ്രോഹിക്കുന്നവനാണെന്ന് പ്രഖ്യാപിക്കുന്നു, നിനക്ക് പണി കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേറൊരു പ്രഘോഷണത്തിൽ കേട്ട കാര്യം, നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, പാമ്പിന്റെ തലമേൽ മാതാവ് ചവിട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ ചവിട്ടി അരയ്ക്കുന്ന പറയണേ അവന്റെ തല. നിങ്ങൾ ആലോചിക്കണം, പിശാചിന്റെ തല തകർക്കൂ എന്ന് പറയുമ്പോൾ ഈ തല തകർക്കൂ എന്നുള്ള അർത്ഥത്തിലല്ല പറയണേ. നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ പിന്നിൽ ഒരു തലയുണ്ട്. ഒരു കുറ്റവാളിയെ പിടിക്കുമ്പോൾ പറയുമല്ലോ, ഇതിന്റെ തല അവനല്ല, തല വെച്ചാൽ അതിന്റെ പ്ലാൻ ഇട്ടയാളാണ്. ആ പ്ലാനിങ് നടത്തുന്ന ആളുടെ തല തകർക്കുന്ന, ആ തല തകർത്തതാ, കുരിശിൽ ചെയ്ത പ്രവൃത്തി അതാ അവന്റെ തല തകർത്ത് കളഞ്ഞു. അങ്ങനെ അവന്റെ അധികാരസ്ഥാനം അധീശത്വം കളഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാവാം ഇപ്പോഴും പറയുന്നു മാതാവ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഇത് പറഞ്ഞതൊരു പുരോഹിതനാണ്. ഇനി വേളാങ്കണ്ണി മാതാവ് സീരിയൽ വന്ന കാലത്ത് അറിയാലോ, അമ്മായിയമ്മയുടെ കണ്ണ് പൊട്ടിക്കുന്ന, മരുമകളെ പീഡിപ്പിക്കുന്ന അമ്മായിയമ്മയുടെ കണ്ണ് പൊട്ടിക്കുന്ന മാതാവ്. അപ്പൊ മാതാവിനെ കുറിച്ച് എന്തറിയാന്ന് മനസ്സിലായില്ലേ? ഉടമ്പടിയൊക്കെ നടത്തുമ്പോൾ മാതാവ് ഇങ്ങനെ പ്രതികാരദാഹിയായ ഒരാളായിട്ടാണ് ഈ പ്രഘോഷകൻ കരുതുന്നത്. അതേപോലെ ഇപ്രകാരം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ ദ്രോഹിക്കുന്ന ആർക്കിട്ടെങ്കിലും അടി കിട്ടിയാൽ കണക്കായിപ്പോയി, ഇങ്ങനെ ഇരിക്കും ഞങ്ങളോട് കളിച്ചാൽ എന്ന് പറയുന്നത് ദൈവത്തെ കാട്ടി ആളുകളെ പേടിപ്പിക്കുന്ന ചില ആളുകളാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിസ്തു വിരുദ്ധരാണ്, യേശുവിൻ്റെ സുവിശേഷത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് ഇങ്ങനെ പറഞ്ഞവരെ കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ മനോഭാവത്തെ പരിശോധിക്കാനാണ് ഞാനിതിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ മനോഭാവത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മെ ദ്രോഹിക്കുന്നവരോടും എതിർക്കുന്നവരോടും നമ്മെ കുറ്റപ്പെടുത്തുന്നവരോടും നമുക്കെതിരെ പരാതി പറയുന്നവരോടും അപമാനിക്കുന്നവരോടും ഒക്കെ നമ്മുടെ മനോഭാവം എന്താണ്? അനുകമ്പാർദ്രമായ ഒരു ഹൃദയമാണ് ഉണ്ടാകേണ്ടത്. യേശുക്രിസ്തു വെളിപ്പെടുന്നത് നിങ്ങളുടെ സഹനത്തിലാണെന്ന് ഓർക്കണം. അടികൊള്ളുമ്പോൾ എതിർക്കാതെ നിങ്ങൾ ക്ഷമിച്ചാൽ നിശ്ചയമായും നിങ്ങളുടെ സഹനം ഒരു മുഖം വെളിപ്പെടുത്തും. നിങ്ങൾ പറയണ്ട, ക്രിസ്തു വെളിപ്പെടും. അപമാനിതനാകുമ്പോൾ മൗനമായി അതിനെ നേരിട്ടാൽ, എതിർക്കാതിരുന്നാൽ സത്യം വെളിപ്പെടും. സത്യം ക്രിസ്തുവാണ്. സത്യം വെളിപ്പെടുമ്പോൾ ലോകസമക്ഷം നിങ്ങൾ പ്രഘോഷകനായിരിക്കും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രഘോഷകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രഘോഷണമാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അത് പരമസ്നേഹമായ, അനുകമ്പയായ, കാരുണ്യമായ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖമായി തീരാൻ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ നമുക്ക് വിശുദ്ധീകരിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.